കാഞ്ഞങ്ങാട് സൗത്ത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മേൽക്കൂര ശക്തമായ കാറ്റിൽ പറന്നുപോയി. 8 ക്ലാസ് റൂമുകൾക്ക് മുകളിലുള്ള റൂഫിംഗ് ഷീറ്റാണ് കാറ്റിൽ പറന്നുപോയത്. മേൽക്കൂരയുടെ ഷീറ്റ് ഉൾപ്പെടെയുള്ള ഭാഗം സമീപത്തെ തെങ്ങിന്റെ മുകളിൽ കുടുങ്ങിക്കിടക്കുന്ന നിലയിലാണ്. ഷീറ്റുകൾ തൊട്ടടുത്ത പറമ്പിലാണ് വീണത്. നമ്മ ഉളവത്താണ്ടായി അന്നേരം കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മ അവിടെ ഇരിക്കുമ്പോ ഒച്ച കേൾക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പൊ നമ്മ ആ ശബ്ദം കേട്ട് കഴിഞ്ഞിട്ട് നമ്മ പുറത്തിറങ്ങി നോക്കുമ്പോ ഇതൊന്നും നമ്മ അറിയില്ല. നമ്മ തെങ്ങാടെ വീണിട്ട് നമ്മ അത് കണ്ടു വീടിന്റെ മുകളില്. അത് കണ്ടിട്ട് നമ്മ വേഗം പുറത്തിറങ്ങി നോക്കില്ല ഇങ്ങോട്ട് വന്ന് നോക്കി ഇവിടെ ഒന്ന് സംഭവിച്ചത്. അപ്പൊ ഇത് ഇങ്ങനെ കണ്ടിട്ട് അത് ഇത് കാറ്റ് വരുന്ന തണലാണ് പോന്നതാണ്. അതിന് മുമ്പ് ആ തെങ്ങിന്റെ മുകളിലാണ് ഉണ്ടായിരുന്നത്. അതെല്ലാം അങ്ങനെ പോയി. പിന്നെ ഈ വീടിന്റെ മുമ്പിൽ കുറെ മാവും തെങ്ങും എല്ലാം പോയി. ആ വീട്ടിന്റെ മുമ്പിൽ കുറെ സാധനം ഉണ്ട്. അതെല്ലാം അവരെ സ്ഥലത്തേക്ക് അങ്ങനെ എത്തിച്ചിട്ടുണ്ട്. എല്ലാം പോയി. കുറെ തെങ്ങ് പോയി. ഒരു ബിൽഡിങ്ങിന്റെ അപ്പുറത്തേക്ക് പറിച്ചിട്ടിട്ടാണ് പടിഞ്ഞാറ് ഭാഗത്തോട് കാറ്റ് വന്നിട്ട് ഇങ്ങനെ ഇവിടെ എത്തുമ്പോൾ തിരിഞ്ഞങ്ങോട്ട് പോയി കിഴക്കോട്ട്. എത്ര മണിക്കായിരുന്നു സംഭവം? ഒരു 8 മണി സമയമാവും. ഭയങ്കര സൗണ്ട് കേട്ടിരുന്നു. 8 മണി സമയത്ത് ഭയങ്കര സൗണ്ട് കേട്ട് ഞങ്ങൾ പുറത്ത് ചെയ്ത് നോക്കുമ്പോഴേക്ക് ഈ ഭാഗത്തെ കൂടി വന്നതാണ്. അമ്മ അപ്പുറത്തെ വീടാണ്. അത് ഈ പടിഞ്ഞാറ് ഭാഗത്തെ കൂടി വന്നിട്ട് അങ്ങോട്ട് തിരിഞ്ഞു. അപകടകരമായ രീതിയിൽ മേൽക്കൂരയുടെ ഭാഗങ്ങൾ കുടുങ്ങി നിൽക്കുന്നതിനെ തുടർന്ന് തൊട്ടടുത്തുള്ള കുടുംബത്തെ ബന്ധുവീട്ടിലേക്ക് മാറ്റി. തിങ്കളാഴ്ച രാത്രി 8 മണിക്കാണ് ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചത്. ഇന്നലെ രാത്രി 8 മണിയോളം അതിശക്തമായ കാറ്റിൽ സംഭവിച്ചതാണ്. നമ്മൾ ക്ലാസ് റൂമുകൾ 9 ക്ലാസ് റൂമുകൾ നിർമ്മിച്ചാണ്. അതിന്റെ ഷീറ്റ് അടക്കം അപ്പുറത്തുള്ള പറമ്പിലേക്ക് തെങ്ങിന്റെ മുകളിൽ വീഴുകയും അതിശക്തമായ അപകടങ്ങളുണ്ടായിരുന്നു. ആൾക്കാർ അപായങ്ങളൊന്നും ഉണ്ടായില്ല. തൊട്ടടുത്തുള്ള വീടിന്റെ തെങ്ങുകളും അതുപോലെ തന്നെ മാവുകളെല്ലാം തകർന്ന് വീടിലേക്ക് ചായാതെ അപകടം സംഭവിക്കാതെ ഇരുന്നിരുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ സ്കൂള് ലീവ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രി എല്ലാ ഫയർഫോഴ്സും അതുപോലെ തന്നെ പോലീസ് സന്നാഹങ്ങളെല്ലാം ഇവിടെ എത്തിയിരുന്നു. ഇന്ന് രാവിലെ 9 മണിക്ക് ഇതിന്റെ പണികൾ തുടങ്ങുമെന്നാണ് പറയാനുള്ളത്. പ്രകൃതി വലിയ ക്രൂരതയാണ് കാഞ്ഞങ്ങാട് നഗരസഭയിലെ കാഞ്ഞങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂളിനോട്, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിനോട് കാണിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രിയിൽ വലിയ കാറ്റാണ് ആഞ്ഞു വീശിയത്. ഏതാണ്ട് 50 ലക്ഷം രൂപ ചെലവഴിച്ച് 8ഓളം ക്ലാസ് മുറികൾ കാഞ്ഞങ്ങാട് സൗത്ത് സ്കൂളിൽ 17-18 വർഷത്തിൽ നടപ്പിലാക്കിയതാണ്. ആ ക്ലാസ് മുറികൾ പൂർണ്ണമായും നശിപ്പിച്ചു കളഞ്ഞു. ഈ ഷീറ്റുകൾ തൊട്ടടുത്ത പറമ്പിലേക്ക് ആണ് എടുത്ത് കളഞ്ഞിട്ടുള്ളത്. നിരവധി തെങ്ങുകൾ കടപുഴകി വീഴുന്ന അവസ്ഥയുണ്ടായി. വലിയ നഷ്ടമാണ് കാഞ്ഞങ്ങാട് സൗത്ത് സ്കൂളിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ടായിട്ടുള്ളത്. അറിഞ്ഞ അപ്പോൾ തന്നെ നാട്ടുകാരെല്ലാം ഓടിക്കൂടി PTA അതുപോലെ തന്നെ ഇവിടുത്തെ കൗൺസിലർമാർ ഒക്കെ രാത്രി തന്നെ ഇവിടെ എത്തി. ഇവിടെ ഇന്ന് സ്കൂളിന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത ദിവസം തന്നെ ക്ലാസ് സജ്ജമാക്കാൻ ആവശ്യമായ പ്രവൃത്തി നടത്തേണ്ടതുണ്ട്. റവന്യൂ വകുപ്പിന്റെ ശ്രദ്ധയിൽ, കളക്ടർ ഉൾപ്പെടെയുള്ള എല്ലാ അധികാരികളുടെ ശ്രദ്ധയിലും ഇന്നലെ രാത്രി തന്നെ ഈ വിവരം എത്തിച്ചിട്ടുണ്ട്. വലിയ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. രാത്രി ആയതുകൊണ്ട് മനുഷ്യർക്ക് അപകടം പറ്റിയില്ല. ഇല്ലെങ്കിൽ പകലായിരുന്നെങ്കിൽ 100 കണക്കിന് കുട്ടികൾ അതുപോലെ തന്നെ വീട്ടുകാരൊക്കെ പുറത്തിറങ്ങുന്ന പകല്. വ്യാപകമായ നാശം സംഭവിച്ചതിനാൽ ചൊവ്വാഴ്ച സ്കൂളിന് അവധി പ്രഖ്യാപിച്ചു. വിവരത്തെ തുടർന്ന് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.